ഉത്തരാഖണ്ഡ് ധനമന്ത്രി പ്രേംചന്ദ് അഗർവാൾ രാജിവെച്ചു. പ്രേംചന്ദ് അഗർവാളിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയായിരുന്നു വിവാദ പ്രസ്താവനയുടെയൊക്കെ പശ്ചാത്തലത്തിൽ. നിയമസഭയിൽ മലയോര ജനതയെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നായിരുന്നു രാജി. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് രാജിക്കത്ത് കൈമാറി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി ശരത്ലാൽ ഉണ്ട് നമുക്കൊപ്പം. ശരത്ത്, മലയോര ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണോ സംസ്ഥാനം എന്നായിരുന്നു ആ വിവാദ പരാമർശം. അന്ന് മുതൽ തന്നെ പ്രതിപക്ഷവും മലയോര ജനതയും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പ്രതീകാത്മകമായ ശവയാത്ര പോലും നടത്തിയതാണ്. ഇപ്പോൾ ഒടുവിൽ രാജി അല്ലേ? അതെ സത്യലക്ഷ്മി, കാരണം ഉത്തർപ്രദേശിൽ ഉത്തരാഖണ്ഡ് രൂപീകരിക്കുന്നതിനെ മലയോര ജനതയ്ക്ക് വേണ്ടി പഹാഡി സ്റ്റേറ്റ് എന്നാണ് ഇതിനെ പറഞ്ഞത്. ആ തരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയും അതുമാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റ് കാര്യം ചുമതലയുള്ള മന്ത്രി കൂടിയാണ് ഉത്തരാഖണ്ഡ് നിയമസഭയുടെ. ഈ തരത്തിലുള്ളൊരു പരാമർശം നടത്തുകയും ഈ പരാമർശത്തിന് വളരെ കൂടുതലായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ നിരവധി സന്നദ്ധ സംഘടനകൾ അതേപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങൾ പ്രതികരിക്കുന്ന ട്രൈബൽ അതായത് പഹാഡി വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന സംഘടനയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശക്തമായ രംഗത്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും രാജി നൽകിയിട്ടുണ്ട് എന്ന് BJP വൃത്തങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജി സ്വീകരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമാകും രാജി സ്വീകരണം ഉണ്ടാവുക. ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ പ്രതിനിധാനം ചെയ്യുന്ന അഗർവാൾ വിഭാഗം താഴ്വരയിൽ വളരെ ശക്തമാണ്. അതായത് ഹൽദ്വാനി അടക്കമുള്ള താഴ്വരയിൽ വളരെ ശക്തമാണ്. താഴ്വരയിലുള്ള 12 സീറ്റുകളിൽ ഈ വിഭാഗം വളരെ ശക്തമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പഹാഡി ജനതയും ഈ താഴ്വരയിലുള്ള ജനതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ പറുതിക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചോളം അഗർവാളിൻ്റെ രാജി ഒരു തൽക്കാലം ഒരു പ്രശ്നത്തിൽ നിന്ന് തലയൂരലായിട്ട് മാത്രമേ പറ്റുള്ളൂ. കോൺഗ്രസ് ഇത് വളരെ ശക്തമായ രീതിയിൽ പഹാഡി ജനതയെ ഒന്നായി മന്ത്രിയെ അപമാനിച്ചു എന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ബജറ്റ് പ്രസംഗത്തിനിടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. എന്നാൽ BJP സംസ്ഥാന നേതൃത്വം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പരോക്ഷമായ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും സ്വന്തം വസതിയിൽ ഇന്നലെ വിളിച്ചേർച്ച പത്രസമ്മേളനത്തിൽ താൻ ഈ സംസ്ഥാനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം. എന്നാൽ അതൊന്നും കൂസലാക്കാതെ കണക്കിലെടുക്കുന്നതാണ് BJP അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. സേതുലക്ഷ്മി.